എന്താണ് കേരളം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം? എന്താ? ലെഫ്റ്റാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, ബദലാണ്. എന്തിനു ബദലാണ്? നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് ബദലാണ്, ഈ നവഫാസിസത്തിന് ബദലാണ്, ഈ കോർപ്പറേറ്റ് ഭരണക്രമത്തിന് മറ്റൊരു ബദലാണ്. അങ്ങനെയാണ് നമ്മള് ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷവും നീതി ആയോഗ് സംവിധാനം ഏർപ്പെടുത്തിയതിനു ശേഷം തുടർച്ചയായും BJP-യുടെ എല്ലാ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവ വിഭവ സൂചികകൾക്കകത്ത് വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന വികസന സൂചികകളിൽ മാതൃമരണ നിരക്കില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കിൽ അമേരിക്കയേക്കാൾ കുറഞ്ഞു നിൽക്കുന്ന, എവിടെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം യൂറോപ്പിനേക്കാൾ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന, വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത് നിൽക്കുന്ന, സാമൂഹിക സുരക്ഷാ ഉപാധികളിൽ എല്ലാ രംഗങ്ങളിലും രാജ്യത്ത് ഒന്നാമതായി നിൽക്കുന്ന ആരോഗ്യ മേഖല, ഞാൻ സൂചിപ്പിച്ച വിദ്യാഭ്യാസ മേഖല, ക്ഷേമ പ്രവർത്തനങ്ങൾ, പാതി വഴിയിൽ എങ്ങോ ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഈ കേരളത്തിൽ സാധ്യമല്ലെന്ന് പറഞ്ഞ് സാക്ഷാൽ ഉമ്മൻചാണ്ടിയും UDF-ഉം ഉപേക്ഷിച്ചു പോയ ദേശീയപാതയുടെ വികസനം, ഗെയിൽ വാതക പൈപ്പ് ലൈൻ, ഇതാ അപ്പുറത്തൊരു വിഴിഞ്ഞം, നൂറുകണക്കിന് മനുഷ്യർക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ, ക്ഷേമ പദ്ധതികൾ. എങ്ങനെ, എന്തുകൊണ്ട് ഇനിയും നമ്മൾ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നമ്മൾ മുന്നോട്ട് വെക്കട്ടെ, നമ്മൾ പറഞ്ഞു കൊടുക്കട്ടെ. ഇപ്പൊ ചിലരൊക്കെ തെരഞ്ഞെടുപ്പായപ്പോ, ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റപ്പോ ഇനിയിപ്പോ ഒരു മാറ്റാവാം, എന്ത് മാറ്റം, ഏത് കാലത്തേക്കാണ്, ആരുടെ കാലത്തേക്ക് നമ്മൾ തിരികെ നടത്താനാണ്? ആ ഉമ്മൻചാണ്ടിയുടെ ആ ഘട്ടകാലത്തേക്കോ? നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളായിരുന്ന, ഇന്ന് നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട ആശുപത്രികളിലൊന്നും മരുന്നില്ല, ഡോക്ടർ ഇല്ല. നമ്മുടെ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളുകളിൽ പുസ്തകമില്ല. ആ ക്ലാസ് റൂമുകളിൽ വേൽക്കൂലുകൾ അവർന്നു വീഴുന്ന, നോക്കൂ, അവിടെ കൊടുത്തിരുന്ന ഭക്ഷണത്തെ കുറിച്ച് നമുക്കറിയാം. ആ സ്കൂളുകളെ ലാഭകരമല്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയിരുന്ന, ഓണത്തിന് മാവേലി നേരത്തെ വന്നതുകൊണ്ട് കുട്ടികൾക്ക് ഓണം പരീക്ഷയായിട്ട് പുസ്തകമേ കിട്ടാതിരുന്ന, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന ഒരു കേരളത്തിലേക്കാണോ നമ്മൾക്ക് തിരികെ പോവേണ്ടത്? എന്തുകൊണ്ട് ആ കേരളത്തിൽ നിന്ന് ഇന്ന് ഇവിടേക്ക് എത്തുമ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെ ലോകത്തിനാകെ മാതൃക കോവിഡും പ്രളയവും നിപ്പയും ഓക്കിയും ചരിത്രത്തിലെ നൂറ്റാണ്ടിലെ മഹാദുരന്തങ്ങളെയും പ്രതിസന്ധികളെയും കുപ്രചരണങ്ങളെയും എല്ലാം അതിജീവിച്ച് ഇന്ത്യയിലെ 1-ാം സ്ഥാനത്തായി നമ്മളൊരു ബദലായി, നമ്മളൊരു പ്രതീക്ഷയായി മുന്നോട്ട് പോവുകയാണ്. തുടക്കണ്ടാവുന്നുണ്ട്.